ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ടു ഈവനിങ് വരെ നമ്മൾ മോർണിംഗിൽ ഉള്ള ആ ഒരു തിരക്കുണ്ടാവുമല്ലോ സ്കൂളിലേക്ക് പോകുമ്പോൾ, അവിടെ മുതൽ പിന്നെ ഈവനിങ്ങിലുള്ള ആ ഒരു ചെറിയ തിരക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ, ചെറിയൊരു സ്മാൾ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂൾക്ക് ഞാൻ ഇന്ന് ബീട്രൂട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. ഇങ്ങനെ തേങ്ങ വറുത്തിട്ട് അതിലേക്ക് ബീട്രൂട്ട് ഇട്ടത്. അപ്പോൾ രാവിലെ തന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറപ്പുറത്ത് അടുപ്പിൽ ആവിയും കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തേങ്ങ വേണം, അതേമാതിരി സവാള, പിന്നെ വേപ്പില, പച്ചമുളക്, പിന്നെ നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞത് വേണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാൻ അങ്ങനെ ബീട്രൂട്ട് കഴിക്കുന്നൊരു വ്യക്തിയല്ല, പക്ഷേ ഇന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ റെഡിയായിട്ട് നമ്മൾ ദോശക്കല്ല് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് വെക്കുക, അപ്പോൾ പിന്നെ ചൂട് ആറില്ല. പിന്നെ ഒരു ചട്ടിയോ പാനോ എന്താണെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് കടുക് പൊട്ടിക്കുക. കടുക് നല്ലോണം പൊട്ടി വരണം കേട്ടോ. അപ്പോൾ അടച്ചു വെക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ്. എന്നിട്ട് അടച്ചു വെച്ച് ഫുള്ള് പൊട്ടിയതിന് ശേഷം വേണം നമ്മളുടെ സവാള ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒപ്പം പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വഴണ്ട് റെഡിയായി വരണം കേട്ടോ. അതുവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. വേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് ഇട്ടാൽ മതി, നമ്മൾ തേങ്ങ ചിരകിയതൊക്കെ ലാസ്റ്റ് ഇട്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റി വരാൻ കുറച്ചധികം ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതൊന്ന് വഴറ്റി വരാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 2 പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു, സോറി കേട്ടോ. ഇതിപ്പോൾ അതിലേക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എന്തിലും കുറച്ച് ഉപ്പ് വേണമല്ലോ. ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, വഴറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മളുടെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ. വേവിക്കണം കേട്ടോ, നല്ല രീതിക്ക് വേവിക്കണം. ചോറ് ഇവിടെ ഊറ്റി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിനുള്ളതാണ് കേട്ടോ, പുട്ടിനുള്ള തേങ്ങയാണ്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പുട്ട് നമ്മൾ പെട്ടെന്ന് ഈസിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ശനി ഞായറും ആണെന്നുണ്ടെങ്കിൽ കുറ്റിപ്പുട്ടോ ചിരട്ടപ്പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ സ്കൂൾക്കൊക്കെ പോകുന്ന ടൈമിൽ ഒരു 1 ഹവർ അല്ലെങ്കിൽ 1.5 ഹവറൊക്കെ അല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ചോറ് റെഡിയാക്കി. ഞാൻ സ്കൂൾക്ക് കുറച്ച് ചോറും കൂട്ടാനുകളൊക്കെ കുറച്ച് അധികം കൊണ്ടുപോകും കേട്ടോ. എനിക്ക് ചോറ് അധികം വേണ്ട. ബീട്രൂട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് വേവിച്ചിട്ട് ഒന്ന് കുറച്ച് പകുതി ആകുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ആ ഒരു ക്ലിപ്പ് ഇതിലുണ്ടായില്ല, അതുകൊണ്ടാണ്. അങ്ങനെ 4 ആൾക്കുള്ള കൂട്ടാനാക്കിയിട്ടുണ്ട്. അപ്പത്തിനും പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് ഇങ്ങനെയാണ്, ഇഡ്ഡലി ചെമ്പിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, അതാണ് ഇന്നും ഉച്ചക്കും ഉണ്ടായത്. പക്ഷെ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, ആരും കൂട്ടിയിട്ടില്ല. പിന്നെ ബീട്രൂട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തിനുള്ള കൂട്ടാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവർ മദ്രസയൊക്കെ വിട്ട് വരുമ്പോഴത്തേനും അവർക്കുള്ള ചായയും പിന്നെ പുട്ടും ഇതേമാതിരി ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. ഞാൻ ചോറ് വിളമ്പിയിട്ടു അങ്ങനെ വെക്കും കേട്ടോ. പിന്നെ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നുള്ളതൊരു വീഡിയോ ആണ് ബജ്ജി ഉണ്ടാക്കിയത്. മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, സവാള കൊത്തി അരിഞ്ഞത്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കായപ്പൊടിയും ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. മൈദ നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി, വീട്ടിലുള്ള ആൾക്കാരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ അതിൻ്റെ കുറച്ചായിട്ട് നമ്മൾ കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ പ്രത്യേകമായിട്ടെന്ന് പറയാൻ ബജിയല്ല, ഇതിൽ ജസ്റ്റ് മുട്ട പുഴുങ്ങിയതൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതൊരു മുട്ട ബജി ആണോ ചോദിച്ചാൽ അല്ലേ ചോദിച്ചാൽ ആണ് എന്നുള്ള രീതിക്കുള്ളത്. വൈകുന്നേരത്തിന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തട്ടിക്കൂട്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇത് ജീരകം,
പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി എന്തെങ്കിലോടും ചതക്കണം കേട്ടോ. അത് ചതച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും എന്താ നല്ല സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നിങ്ങൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. നമ്മൾ പിന്നെ ഇട്ട് വെച്ച മൈദയും കടലപ്പൊടിയിലേക്ക് ഈ ഒരു ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മളുടെ സവാള കൊത്തിയിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സവാള കൊത്തിയിരുന്നത് നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ല, ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ ഞാൻ അത് ഉണ്ട്, ഇത് ഈ ഒരു മിക്സിലുണ്ട് എന്നുള്ളത് പറഞ്ഞതാണ്. പിന്നെ മുട്ട പുഴുങ്ങിയത് 2 എണ്ണം. അപ്പോൾ ഇത് മുട്ട ബജിക്കൊട്ട് 2 മുട്ട തികയൂല്ലേനും, അല്ലാണ്ട് ഇപ്പോൾ ബജിക്കാണെങ്കിലോ ഈ മുട്ട ഉണ്ടേനും. അതുകൊണ്ടാണ് ഈ ഒരു മുട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിൽ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പം ചെറിയൊരു മുട്ട ബജി ആവുകയും ചെയ്തു കേട്ടോ. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര സിമ്പിളുമാണ്. പിന്നെ നമുക്ക് സ്നാക്സ് ഒന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 4 മണിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും പിന്നെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡുമാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഇത് സ്കൂൾ വിട്ടതിന് മുന്നെടുത്ത വീഡിയോസാണ് കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ സ്കൂളിലൊന്നും ഇപ്പോൾ വിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ സ്കൂൾ 4 മണിക്ക് വിടുമെങ്കിലും 3:50 വിടും. എത്തുന്നത് ഒരു 4:20 4:30 ആ ഒരു ടൈമിലാണ് എത്തൽ കേട്ടോ. ഇതൊക്കെ അതിന് മുന്നെടുത്ത വീഡിയോസാണ്. പിന്നെ ഈ വീഡിയോസിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാ ഇനി നമുക്ക് നേരാക്കാം കേട്ടോ, പറ്റുന്നിടത്തോളം നേരാക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള ആ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളും ഉള്ളതാണ് കേട്ടോ അത്. വീഡിയോ എടുക്കലും കുക്കിംഗ് കൂടിയും ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ സ്റ്റാൻഡും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഒക്കത്തിലും ഇങ്ങനെ ഇതായി വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ട് നമുക്ക് പിന്നീടൊക്കെ റെഡിയാക്കാം. ഇനി നമ്മൾ ഈ ഒരു വെച്ച മിക്സ് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് ഇങ്ങനെ ഇതാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതൊരു മാവിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്, ഒരു ബജിയുടെ മാവിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ചെറിയ ഇങ്ങനെ കയ്യിൽ ചെറിയ ഇതാക്കിയിട്ട് നമ്മൾ എണ്ണയിലിട്ടിട്ട് നല്ല രീതിക്ക് വറുത്തെടുക്കാം. ചെറിയ തീയിൽ വേണം ഇടാനോ, ഓവർ തീ പറ്റൂല കേട്ടോ. നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് തീ പെട്ടെന്ന് കൂട്ടി കൊടുക്കാം, പക്ഷെ നമ്മളിതിടുമ്പോൾ തീ കുറക്കണം കേട്ടോ. ഇത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ കണ്ടാലും അതിൻ്റെ പകുതിയാണ് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നതിനനുസരിച്ച് കമൻറ്റും ഇടാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് 1 2 3 4 ട്രിപ്പൊക്കെ ഇടാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിൽ ആളുകളുള്ളതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചധികം തന്നെ എടുക്കും. ഇനിയിപ്പോൾ ബാക്കി ആർക്കും തികഞ്ഞില്ലെങ്കിലോ എന്നുള്ളത്. ഞങ്ങൾ ഒരു വെച്ചപ്പോൾ തന്നെ 4 5 6 പീസ് തന്നെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത് ചെറുതും അല്ലേ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് അതൊരു ബ്രൗണിഷ് കളറാവുന്ന വരെ വേണം നമ്മൾ എണ്ണയിലിട്ട് വറുക്കാൻ. ഇത് ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും കോരി മാറ്റാം. ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈസിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. പിന്നെ നല്ല ടേസ്റ്റിയും ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരം കൂടിയാണിത്.
അങ്ങനെ നമ്മളുടെ ബജി റെഡി ആയിട്ടുണ്ട്. ഇത് കട്ടൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് അതിനനുസരിച്ച് ചൂടാകുന്നതനുസരിച്ച് ഇങ്ങനെ ഊരി വെച്ച് ഇങ്ങനെ കൊടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതേമാതിരി നേരത്തെ കണ്ട പാത്രത്തിൻ്റെ മാതിരി കുറച്ച് പാത്രങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ കൊണ്ടുവന്ന് വെക്കുന്ന മാതിരി വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.